വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായത് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കി എന്നുള്ളതാണ്. അത് ആകട്ടെ ഈ UPA സർക്കാരിനെ കൃത്യമായി കുറ്റപ്പെടുത്തുന്ന ഒന്നായി മാറിയിരുന്നു. 2004 മുതൽ ഉള്ള രാജ്യം നേരിടുന്ന സാമ്പത്തിക സ്ഥിതിയായിരുന്നു പ്രധാനമായും പറഞ്ഞു വെച്ചത്. മനു, അതെ, ഈ സാമ്പത്തിക ഇവർ പറഞ്ഞത്, പക്ഷേ ഇതിന് മുന്നേ ഉള്ളൊരു സർക്കാരും ഈ നിലവിലുള്ള സർക്കാരും തമ്മിലുള്ള ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചും മറ്റ് സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചും ഒക്കെയുള്ളൊരു കണക്കുകൾ പുറത്തുവിടുമെന്നാണ്. ഏതായാലും ധവളപത്രം മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് പ്രതിപക്ഷം അതിൽ വലിയ ശക്തമായ ഒരു എതിർപ്പ് രേഖപ്പെടുത്തി. അത് 2004 കാര്യവും അതിന് മുന്നത്തെ കാര്യം പറയുന്നതിന് പകരം ഈ UPA സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു അഭികാമ്യം എന്ന് പറഞ്ഞു. അതേസമയം ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ വലിയ ശക്തിയായി നല്ല രീതിയിൽ പ്രതിഷേധം അദ്ദേഹത്തിന്റെ രാജ്യസഭാ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞ് ബ്രിട്ടാസിനെ പോലെ ആകണം മറ്റംഗങ്ങൾ, ചർച്ചയിലൊക്കെ നിങ്ങൾ സജീവമാകണം എന്ന് പറയുന്നു. എന്തൊക്കെ രാഷ്ട്രീയ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സഭകൾ ക്രിയേറ്റീവായി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന നിലപാട് ജോൺ ബ്രിട്ടാസ് സ്വീകരിക്കുമ്പോൾ അത് വലിയ കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടല്ലേ മനു? കാരണം ഒരു ഭാഗത്ത് ധനമന്ത്രി തന്നെ കഴിഞ്ഞ 10 വർഷം എന്താണ് ലഭിച്ചത്, അതിനു മുമ്പ് 10 വർഷം എന്താണ് ലഭിച്ചത്, 100-200% അല്ലെ വർധനവാണ് വരുത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ചുള്ള ചോദ്യം ചോദിക്കുന്നു, കേരളത്തിൽ നിന്ന് എത്രയാണ് സർക്കാരിന് ലഭിച്ചത് എന്ന് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ ജനങ്ങൾ എന്തായാലും വലിയ കൺഫ്യൂഷനിലാണ് ഇപ്പോഴും. അതെ, സ്വാഭാവികമായും നമുക്ക് ഏറ്റവും അധികം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയിട്ടുള്ള സംസ്ഥാനങ്ങളാണ് ബംഗാളും പിന്നെ കേരളവും. പിന്നെ ഇത് പലപ്പോഴും ഇപ്പോൾ ഏറ്റവും അധികം പണം ആർക്കെങ്കിലും നികുതി വിഹിതം പോകുന്നു എന്നത് ഒരിക്കലും അത് പിന്നെ ഒരു പാർട്ടിയോ ആര് ഭരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പ്രത്യേകമായ ഒരു മാനദണ്ഡത്തിന്റെ ഒരുപാട് ആ മാനദണ്ഡം നിർണ്ണയിക്കുന്ന ഘട്ടത്തിൽ അതിന് വേണ്ടി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ നമ്മൾ പിന്നീട് അത് സർക്കാരിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ചെന്ന് പ്രതിഷേധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് സംശയമില്ല. പക്ഷേ ഏതായാലും ജോൺ ബ്രിട്ടാസ് അദ്ദേഹം പിന്നെ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. സ്വാഭാവികമായും അദ്ദേഹത്തിന് മറ്റൊന്ന് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ വളരെയധികം ശക്തമായി കൈകാര്യം ചെയ്യാനായിരുന്നു. മാത്രമല്ല അദ്ദേഹം JNUവിൽ നിന്ന് അദ്ദേഹം PhD എടുത്തു എന്ന് മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കീഴിലാണ് അദ്ദേഹം PhD എടുത്തത്. ഡോക്ടർ ബിജു, അദ്ദേഹം അവിടെ പൊളിറ്റിക്കൽ സയൻസിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പഠിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഞങ്ങൾക്കൊക്കെ മുന്നേ സീനിയർ ആയിരുന്നു അവിടെ. അദ്ദേഹം അവിടെ പിന്നെ MPhil കഴിഞ്ഞ് പോവുകയും ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ബിജുവിൻ്റെ കീഴിൽ വീണ്ടും തൻ്റെ PhD പൂർത്തീകരിച്ചു. അപ്പോൾ ആ ഒരു ഭാഷാ വൈഭവം ഞാൻ പറഞ്ഞു വന്ന ആ ഭാഷാ വൈഭവം ആ JNUവിൽ നിന്ന് അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആ ഒരു ഡിബേറ്റിംഗ് സ്കിൽ, അതാണ് അവിടുത്തെ ഒരു പ്രധാനമായ. അതായത് മനോഭരത്തിനും അത്തരം അവസരങ്ങളുണ്ട്, അതുകൂടിയാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ ചേരിയിലല്ലാത്തതുകൊണ്ട് സാധ്യത കുറവായിരിക്കും. എന്തായാലും ഞാൻ പറയുന്നത് ആ JNU മാധ്യമപ്രവർത്തനായിരുന്നല്ലോ. അതെ, ഒരു ഡിബേറ്റിംഗ് സ്കിൽ അദ്ദേഹം പാർലമെന്റിൽ വളരെ ശക്തമായി അദ്ദേഹം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് സമയപരിമിതി മൂലമാണ് ഈ സഭയുമായി ബന്ധപ്പെട്ട അവസാന ദിവസങ്ങളിലേക്ക് കടന്നപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ ആണ് ഈ ഇലക്ഷൻ ചാനൽ പരിശോധിച്ചത്. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷത്തിലെ അവസാന ദിവസവും ആണ് കഴിഞ്ഞു പോയത് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടത്. ഒപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ കൂടി ഇലക്ഷൻ ചാനൽ അവസാനിക്കുന്നതിന് മുമ്പ് പങ്കുവെക്കുകയാണ്. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തന ഫണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രവർത്തന ഫണ്ട് കണ്ടെത്തുക എന്നത് വളരെ മുതിർന്ന നേതാക്കൾക്ക് സാധ്യമാകുന്ന, നമ്മൾ പലപ്പോഴായി ഇലക്ഷൻ ചാനലിൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കളെക്കുറിച്ചൊക്കെ, കമൽനാഥിനെ പോലെയുള്ള ചില നേതാക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതാ ഇനി പരിശോധിക്കുന്നത് ഇലക്ഷൻ ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ചില ഡേറ്റകളാണ്. ആ ഡേറ്റ അനുസരിച്ച് BJPക്ക് 2022-23 കാലയളവിൽ ലഭിച്ച സംഭാവന എന്നത് 2120 കോടി രൂപ ആണ് എന്നുള്ളതാണ്. മനു, അതിൽ 1300 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട്സ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 10,000, 10,000, 1 ലക്ഷം, അതുപോലെ 10 ലക്ഷം, 1 കോടിയുടെ ഒക്കെ. അപ്പോൾ ഈ ബോണ്ടുകൾ വാങ്ങിച്ച് നമുക്ക് പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം. അപ്പോൾ അത് കുറെ കൂടി സുതാര്യമായ ഒരു സംഭാവന. അതായത് അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ത്രൂ ആണ്, കള്ളപ്പണമായി കാണിക്കില്ല. അങ്ങനെയൊക്കെയുള്ള കള്ളപ്പണം നൽകാനോ അത് വെളുപ്പിക്കാനോ ഒന്നും രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടുപിടിക്കില്ല. അതെ. അപ്പോൾ 1300
കോടി രൂപയാണ് അത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചിരിക്കുന്നത്. മൊത്തം കോൺട്രിബ്യൂഷൻസ് എന്ന് കാണിച്ചതിന് 2120 കോടി രൂപയാണ്. പലിശ ഇനത്തിലും ഒരു തുക പിന്നെ BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതാണ്ട് 237 കോടി രൂപയാണ് പലിശ ഇനത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വലിയൊരു സമ്പന്നമായ ശക്തമായ ഒരു പാർട്ടിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിന്റെ BJPക്ക് 1300 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുമ്പോൾ കോൺഗ്രസിന് 171 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടുന്നത്. അത് കഴിഞ്ഞ വർഷം 236 കോടിയായിരുന്നു. അത് കുറഞ്ഞ് താഴേക്ക് വന്നിരിക്കുന്നു. ഇനി മൊത്ത വരുമാനം നമുക്ക് 2022-23 2360.8 കോടി, 2021-22 അത് 1917 കോടി ആയിരുന്നു എന്നുള്ളതാണ്. മനു സൂചിപ്പിച്ചതുപോലെ എന്തായാലും കേരളത്തിലും BJPയുടെ ഒരു ലക്ഷറി ബിൽഡിംഗ് വരാൻ പോകുന്നുണ്ട്. അതിന് ബുദ്ധിമുട്ടില്ല. അതെ, കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ 7 ഇരട്ടി സംഭാവനകളാണ് BJPക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, പക്ഷേ ഇതിൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വേറെ രസകരമായ ഒരു കണക്ക്, ഈ പ്രൊപ്പഗാൻഡയ്ക്ക് ചെലവാക്കുന്ന പണം ഈ വർഷം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുക, അതൊക്കെ 2021-21 അത് 117 കോടിയാണെങ്കിൽ അത് 78 കോടിയായി ചുരുങ്ങിയിട്ടുണ്ട്. ഇതിൽ പിന്നെ ഒരു കുറെ കൂടി ഒരു ഡെവലപ്മെന്റ് എന്ന നിലയിൽ വന്നിട്ടുള്ളൊരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ഇലക്ഷൻ ചാനൽ എന്ന നിലയിൽ പറയാണ്, നമ്മുടെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം നല്ല രീതിയിൽ കൂടുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഏതാണ്ട് 43.1 കോടി വനിതാ വോട്ടർമാർ വന്നിരിക്കുന്നു എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നു. അതുപോലെ ഈ യങ് വോട്ടേഴ്സിന്റെ എണ്ണവും 2 കോടിയിലെ അധികം യങ് വോട്ടേഴ്സ് വന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നിട്ട്, അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രധാനമായും സ്ത്രീകളും യുവാക്കളും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അവിടെ നമുക്ക് കോൺഗ്രസിന്റെ കൂടി കണക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചാൽ 22-23 BJPക്ക് 2360 കോടിയാണ് എങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി 1300 കോടിയായിരുന്നു എങ്കിൽ കോൺഗ്രസിന് ലഭിച്ചത് കേവലം 171 കോടി രൂപയാണ്. 2021-22 236 കോടി രൂപയാണ്. ഈ മനു, ഡൽഹിയിലെ പുതിയൊരു ആസ്ഥാനം കോൺഗ്രസ് പണിയെടുപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി, അത് പൂർത്തീകരിക്കാനായില്ല. അതിനുശേഷമാണ് BJP പണി തുടങ്ങിയത്, അത് പൂർത്തിയാവുകയും അതിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട് കോൺഗ്രസിന്. അത് ഈ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ഇപ്പോൾ ഒരു പണം അതിലൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ പഴയ പോലെ എളുപ്പമല്ല. അത് സാമ്പത്തികമായ ഒരു ശക്തിയാകാൻ കൂടി കഴിയുന്നത് പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കുറെ കൂടി കരുത്തു പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഒട്ടനവധി വിഭാഗങ്ങളിലേക്ക് പ്രചരണം എത്തേണ്ടതുണ്ട്. കാരണം പുതിയ വോട്ടർമാർ വരുന്നു, സ്ത്രീകൾ കൂടുതൽ വോട്ടിങ്ങിലേക്ക് വരുന്നു, 100 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടിങ്ങും ഉണ്ട് കേട്ടോ, വലിയൊരു ശതമാനം അതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ 80 വയസ്സിന് മുകളിലുള്ളവരുടെയൊക്കെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്താൻ വലിയ അതാണ് മാറുന്ന കാലഘട്ടമാണ്. പുതിയ ടെക്നോളജിയെ അടക്കം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ഇനി അടുത്ത പാർലമെന്റ് സമ്മേളനം നടത്താൻ പോകുന്നത് പുതിയ സർക്കാർ ആയിരിക്കും. അതായത് പൊതു തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ സർക്കാർ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം.